വചനമൊഴി ഏപ്രിൽ 4. വചനഭാഗം റോമ 13:8-14, യോഹന്നാന്റെ സുവിശേഷം 8:49-59. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മറുപടി പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അതന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല. യഹൂദർ അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരണം രുചിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? അവനാകട്ടെ മൃതിയടഞ്ഞു, പ്രവാചകന്മാരും മരിച്ചുപോയി. നീ നിന്നെ തന്നെ ആരാക്കി തീർക്കുകയാണ്? ഈശോ മറുപടി നൽകി, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാൻ അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാമെന്നതിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ അവനോട് പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടെന്നോ? ഈശോ അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിനു മുൻപ് ഞാൻ ഉണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ ഈശോ അവരിൽ നിന്ന് മറഞ്ഞ് ദൈവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരണം കാണുകയില്ല. ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, വചനം കേൾക്കുകയും ധ്യാനിക്കുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മരിച്ചു പോകുന്നുണ്ടല്ലോ, പിന്നെ ഈശോ എന്താണ് ഈ പറയുന്നത്? യഥാർത്ഥത്തിൽ ഈശോ നമ്മോട് പറയുന്നത് ആത്മാവിന്റെ കാര്യമാണ്. വിശുദ്ധ സുവിശേഷവും വിശുദ്ധ ബൈബിളും എഴുതപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ട് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മരക്ഷയാണ് വചനം ലക്ഷ്യം വെക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ മരണം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വിച്ഛേദമാണ് മരണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വിച്ഛേദനമാണ് മരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ നിലനിൽക്കുമ്പോൾ ഒരിക്കലും നാം മരിക്കുകയില്ല. മനുഷ്യൻ ആത്മാവും ശരീരവുമാണ്. മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകുമെന്നും ആത്മാവ് ദൈവത്തിങ്കിൽ നിന്ന് വന്ന് ദൈവത്തിങ്കിലേക്ക് പോകുമെന്നും സഭാപ്രസംഗകൻ 12:7 പറയുന്നുണ്ട്. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നത് ദൈവത്തിങ്കിലേക്ക് പോകുന്നത് കൊണ്ട് ഒരിക്കലും ആത്മാവിന് മരണമില്ല. ആത്മാവ് നിത്യം ജീവിക്കുന്നു. ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അകന്നു പോകുന്നതാണ് മരണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോയുടെ വചനം നമ്മളിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും മരണം അനുഭവിക്കുകയില്ല, മരണം രുചിക്കുകയില്ല എന്ന്. കർത്താവിന്റെ വചനം പാലിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഇഹലോക ജീവിതം പൂർത്തിയാക്കുമ്പോൾ ആ ജീവിതം തമ്പുരാന്റെ പക്കലേക്ക് ഉള്ളതാണ്. വചനമനുസരിച്ച് ജീവിക്കുന്നവർ ഇഹലോക ജീവിതത്തിന് ശേഷം ദൈവ സന്നിധിയിലേക്ക് പോകുന്നു, നിത്യം ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ വചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന്. കർത്താവിന്റെ കുരിശുമരണത്തിലൂടെയാണ് മനുഷ്യകുലത്തെ ദൈവത്തിൽ നിന്നും അകറ്റിയ പാപത്തിന്റെ മേൽ വിജയം നേടുന്നത്. നമുക്കും പാപത്തിന്റെ മേൽ വിജയം നേടുന്നതിന് കർത്താവിന്റെ വചനം
മുറുകെ പിടിക്കുകയും വചനാനുസൃതമായ ജീവിതത്തിലൂടെ ആത്മാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനും ഇഹലോക ജീവിതത്തിന് ശേഷം ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാതെ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങുന്നതിന് നമ്മുടെ ആത്മാവിനെ യോഗ്യമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.